Hello friends, welcome to Toppers World 2.0. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ വാട്ട് ഈസ് ലോങ് വാട്ട് ഈസ് റൗണ്ട് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? നമ്മൾ ഷേപ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ എന്താ? ലുക്ക് അറൗണ്ട്. വിദ്യ ദീദി ആസ്ക്ഡ് all the children to sit in a circle. ഓക്കെ, അപ്പൊ ഇത് വിദ്യാദീദി എന്താ ചെയ്യുന്നത്? എല്ലാ കുട്ടികളോടും ചുറ്റും സർക്കിളിൽ റൗണ്ടിൽ ഇരിക്കാൻ പറയാണ്. എന്നിട്ട് എന്താ പറയണത്? വാട്ട് ഈസ് ലോങ് വാട്ട് ഈസ് റൗണ്ട്, ലുക്ക് അറൗണ്ട് ലുക്ക് അറൗണ്ട്. അപ്പൊ എന്താണ് ലോങ് ആയിട്ടുള്ളത്? എന്താ ലോങ് എന്ന് വെച്ചാൽ എന്താ? നീളമുള്ളത് എന്തെല്ലാമാണ്? റൗണ്ട് ഷേപ്പിൽ വട്ടത്തിലുള്ളത് എന്തെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലോങ് എന്ന് വെച്ചാൽ എന്താ? നീളമുള്ളത്. റൗണ്ട് എന്ന് വെച്ചാൽ വട്ടത്തില്. അപ്പൊ കുട്ടി എന്താ പറയണത്? മൈ പെൻസിൽ ബോക്സ് ഈസ് ലോങ് ആൻഡ് മൈ ബോൾ ഈസ് റൗണ്ട്. അപ്പൊ എന്താണ് പെൻസിൽ ബോക്സ്? നിങ്ങൾ കണ്ടില്ലേ, പെൻസിൽ ബോക്സ് നീളമുള്ളതാണ് അല്ലേ? നമ്മൾ എന്താ പറയാ? അതിന് ലോങ് എന്ന് പറയും. അത് നമ്മൾ ബോൾ എങ്ങനെയാണ്? റൗണ്ട് ആണ്. ഓക്കെ, വട്ടത്തിലല്ലേ, അപ്പൊ റൗണ്ട് എന്നാണ്. നമ്മുടെ ബോൾ ഏത് ഷേപ്പാ? റൗണ്ട് അല്ലേ? അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത് നോക്കൂ? മൈ ലെഗ്സ് ആർ ലോങ് ആൻഡ് മൈ ഫേസ് ഈസ് റൗണ്ട്, ലുക്ക് അറൗണ്ട് ലുക്ക് അറൗണ്ട്. ഇവിടെ എന്താ പറയണത്? ലെഗ്സ്, കാലുകൾ എങ്ങനെയാണ്? നീളമുള്ളതാണ് അല്ലേ? കാലുകള് ലോങ് ആണ്. ഫേസ് എങ്ങനെയാണ്? റൗണ്ട് ആണ്. നമ്മൾ രണ്ട് ഷേപ്പാണ് പറഞ്ഞത്, ലോങ്ങും റൗണ്ടും. തിങ്ക് ആൻഡ് ഡു. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ? എ ഡ്രോ റൗണ്ട് ഒബ്ജക്ട്സ് ഇൻ. ഏത് ഷേപ്പിലുള്ളതാണ് നോക്കൂ? ഇതാണ്ടോ, ഇതാണ് റൗണ്ട്. ആൻഡ് ലോങ് ഒബ്ജക്ട് ഇൻ ഈ ഷേപ്പിലുള്ളത്. മനസ്സിലായോ? അതായത് ഇവിടെ രണ്ട് ഷേപ്പ് തന്നിട്ടുണ്ട്. ഇതാണ്ടോ ഒരു വട്ടം കണ്ടില്ലേ? ഇതാണ് എന്താ? റൗണ്ട് ഷേപ്പ്. അപ്പൊ നമ്മുടെ റൗണ്ട് ഒബ്ജക്റ്റുകൾ, റൗണ്ട് ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇവിടെ ഡ്രോ ചെയ്യുക. അപ്പൊ ലോങ് ആയിട്ടുള്ള സാധനങ്ങൾ, നീളമുള്ള സാധനങ്ങളൊക്കെ എവിടെ ഡ്രോ ചെയ്യുക? ഈ ബോക്സ്, ഇവിടെ ഡ്രോ ചെയ്തിട്ടുള്ള ഈ ബോക്സിനകത്ത് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പൊ റൗണ്ട് ആയിട്ടുള്ള എന്തൊക്കെ ഇവിടെ വരച്ചിട്ട് നോക്കുന്നത് കണ്ടോ? ബോളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ ഡ്രോ ചെയ്യുക. ഓക്കെ, അതുപോലെ ലോങ് ആയിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യുക? ഇവിടെ വരയ്ക്കുക, ഡ്രോ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ എ ആക്ടിവിറ്റി. അടുത്ത ബി ആക്ടിവിറ്റി നോക്കൂ. മാച്ച് ദ ഒബ്ജക്ട്സ് വിച്ച് ആർ സിമിലർ ഇൻ ഷേപ്പ്. രണ്ട് വശത്തും കുറച്ച് 5 ചിത്രങ്ങൾ ഉണ്ട് അല്ലേ? അപ്പൊ അതിന് ഒരേപോലെ ഷേപ്പുള്ള ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഇവിടെ നോക്കൂ, ഇത് കണ്ടില്ലേ? ഡ്രം ആണ് അല്ലെ? ഡ്രംസ് ആണ്. അപ്പൊ ഇതുപോലെ ഷേപ്പ് ഉള്ളതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ മാച്ച് ചെയ്യുക. അടുത്ത ബോൾ കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഫുട്ബോൾ അല്ലേ? ഇതുപോലെ അടുത്ത ബോൾ കണ്ടോ? ഒരേ ഷേപ്പിലേക്ക് ഇതുപോലെ മാച്ച് ചെയ്യുക. കണ്ടില്ലേ? ബോക്സ് കണ്ടോ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരേ ഷേപ്പ് കാണുന്നതിലേക്ക് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലുള്ളതും തമ്മിൽ മാച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് സി ടിക്ക് ദ ഷേപ്പ് വിച്ച് സിമിലർ ടു ബോൾ. ബോളിന്റെ ഷേപ്പുമായി സിമിലർ ആയിട്ടുള്ള ഈ 4 ഏതാണ് ബോൾ പോലെയുള്ളത്? ബോളിന്റെ ഷേപ്പ് ഉള്ളത് ഏതാണ്? അത് ടിക്ക് ചെയ്യുക. അല്ലേ? ഇതാ അല്ലേ? വാട്ടർ മെലോൺ അല്ലേ? ഇത് ബലൂൺ ആണ് അല്ലേ? അടുത്തത് ടിക്ക് ദ ഷേപ്പ് വിച്ച് സിമിലർ ടു ക്യാപ്പ്. ഇവിടെ കണ്ടോ ക്യാപ്പ്? ഈ ക്യാപ്പിനോട് സിമിലർ ആയിട്ടുള്ളത് ഇതിലെ 4 ഏതാണ്? ഇതാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ടിക്ക് ദ ഷേപ്പ് വിച്ച് സിമിലർ ടു ഗ്ലാസ്. ഗ്ലാസിന്റെ ഷേപ്പുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് ഇതിൽ ഏതാണ് നോക്കൂ? ഇവിടെ ഉണ്ട് അല്ലേ? അടുത്തത് ടിക്ക് ദ ഷേപ്പ് വിച്ച് സിമിലർ ടു മാച്ച് ബോക്സ്. മാച്ച് ബോക്സിന് സിമിലർ ആയിട്ടുള്ള ഷേപ്പ് ഏതാണ്? ഇതാ ഇവിടെ ഉണ്ട്, പെൻസിൽ ബോക്സ് അല്ലേ? അടുത്തത് ലെറ്റ് us do make a house, toy, tower, robot, bus or anything you like using different objects in your surroundings. You can also use notebooks, books, pencil box, water bottle, waste or old boxes, birthday caps, funnels, etc. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ പറയണത്? നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തുണ്ടാക്കാനാ പറയണത്? ചെറിയ ചെറിയ ടോയോ, ചെറിയ ചെറിയ ഹൗസ്, അത് നമ്മൾ ഉണ്ടാക്കില്ലേ? നമ്മൾ ചെറിയ ചെറിയ വീട് രൂപമൊക്കെ ഉണ്ടാക്കില്ലേ? ഷേപ്പൊക്കെ ഉണ്ടാക്കില്ലേ? ചെറിയ കുട്ടി ബസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അതിനുവേണ്ടി നമുക്ക് പഴയ നോട്ട്ബുക്കോ ബുക്സോ പെൻസിൽ ബോക്സ് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ബസ്സുകള് ഇല്ലേ? നമ്മൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കില്ലേ? അതൊക്കെ ഉണ്ടാക്കാനാണ് പറയണത്. ഓക്കെ, അടുത്തത് വൈസ് ഗ്രാൻഡ് മദർ. വൈസ് ഗ്രാൻഡ് മദർ എന്നാണ് ഒരു സ്റ്റോറി പോലെ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിലും ഷേപ്പിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. വൺസ് ദർ വാസ് എ ലിറ്റിൽ lamb who was going to meet her grandmother. The wolf saw the lamb and wanted to catch her. അപ്പോൾ ഒരിടത്ത് ഒരു ലിറ്റിൽ ലാംബ് ഉണ്ടായിരുന്നു. ലാംബ് എന്ന് വെച്ചാൽ എന്താ? വിളക്കിനെ നമ്മൾ ലാംബ് എന്ന് പറയും. ഇവിടെ നമ്മൾ ലാംബ് എന്ന് പറയുന്നത് ചെമ്മരിയാടിനെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ചെമ്മരിയാട്. അപ്പൊ ഒരിടത്ത് ഒരു ലാംബ് ഉണ്ടായിരുന്നു. അപ്പൊ ലാംബ് എന്ത് ചെയ്യണം? ഒരു ദിവസം അവളുടെ ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടി പോവാണ്, മുത്തശ്ശിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പൊ അവളെ ആര് കണ്ടു? ദ വോൾഫ് സോ ദ ലാംബ് ആൻഡ് വാണ്ടഡ് ടു ക്യാച്ച് ഹർ. അപ്പൊ അവളെ അവിടെ പതുങ്ങിയിരുന്ന ഒരു ചെന്നായ അവളെ കണ്ടു അല്ലെ? കുറുക്കനെ പോലെ നമ്മൾ ചെന്നായ എന്ന് പറയും, അതാണ് വോൾഫ്. ഓക്കെ, അപ്പൊ വോൾഫ് എന്ത് വിചാരിക്കുകയാണ്? ഈ ലാംബിനെ പിടിക്കണം എന്ന് കരുതി. എന്നിട്ട് നോക്കിക്കേ, പിടിക്കാൻ വേണ്ടി
പോവാണ് അല്ലേ. അപ്പൊ എന്ത് പറയുന്നത് നോക്കൂ, പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ നൗ, ലെറ്റ് മീ ഫസ്റ്റ് ഗോ ടു മൈ ഗ്രാൻഡ് മദേഴ്സ് പ്ലേസ് ആൻഡ് ഗ്രോ ബിഗ്. ഓക്കെ, യു മേ ഗോ. അപ്പൊ നമ്മുടെ ചെമ്മരി, നമ്മുടെ ലാമ്പ് വളരെ ചെറുതാണ്, ലിറ്റിൽ ലാമ്പാണ്. അപ്പൊ ലിറ്റിൽ ലാമ്പിനെ പിടിക്കാൻ വേണ്ടി വോൾഫ് വന്നു. അപ്പൊ നമ്മുടെ ലാമ്പ് എന്താ പറയുന്നത്, എന്നെ ഇപ്പൊ കഴിക്കരുത്, ഞാൻ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ വലുതാവട്ടെ, എന്നിട്ട് എന്നെ പിടിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് സമ്മതിച്ചു ഇല്ല, നമ്മുടെ വോൾഫ് സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിച്ചു, ദ ലാമ്പ് ടോൾഡ് എവറിത്തിങ് അബൌട്ട് ദ വോൾഫ് ടു ഹെർ ഗ്രാൻഡ് മദർ. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ലാമ്പ് ഗ്രാൻഡ് മദറിന്റെ വീട്ടിലെത്തി. എന്ന് ഗ്രാൻഡ് മദറിന്റെ അടുത്ത് നടന്ന നമ്മുടെ വോൾഫ് പിടിക്കാൻ വന്ന കാര്യം എല്ലാം പറഞ്ഞു. ദ ഗ്രാൻഡ് മദർ ഗോട്ട് an idea and put the lamb into a dolag and rolled it back to her house. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രാൻഡ് മദറിനോട് നമ്മുടെ ലിറ്റിൽ ലാമ്പ് പറഞ്ഞു. അപ്പൊ ഗ്രാൻഡ് മദറിന് പെട്ടെന്ന് ഐഡിയ തോന്നി. എന്താ ചെയ്തത്, നമ്മുടെ ലിറ്റിൽ ലാമ്പിനെ എന്ത് ചെയ്തു, ഒരു ദോലക് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മുടെ ലിറ്റിൽ ലാമ്പിനെ അകത്തേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തു, ലിറ്റിൽ ലാമ്പിനെ അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് ഉരുട്ടി വിട്ടു. റോൾ ചെയ്യാൻ ഉരുട്ടി വിടുക. ഓക്കെ, ദ ദോലക് rolled very fast and the wolf started running behind it. എന്നിട്ട് എന്ത് ചെയ്യാൻ കണ്ടോ, കുന്നിന്റെ മേലെയാണ്, അവിടെ നിന്ന് ഉരുട്ടി വിടുകയാണ്. അത് ഉരുണ്ട് റോൾ ചെയ്ത് വരുന്നു. അപ്പൊ നമ്മുടെ ഇതിന് പിന്നാലെ ആരും വരികയാണ്, വോൾഫ് വരികയാണ്. The wolf could not catch the lamb and she reached home safely. പക്ഷേ നമ്മുടെ വോൾഫിന് നമ്മുടെ ഈ ദോലൊക്കെ പിടിക്കാൻ കഴിഞ്ഞില്ല, ലാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞില്ല അല്ലെ. അപ്പൊ ലാമ്പ് എന്ത് ചെയ്തു, വേഗം ഓടി അവളുടെ വീട്ടിലെത്തി സേഫായി. ഓക്കെ, കണ്ടോ, നമ്മുടെ അവസാനം വോൾഫിന് നമ്മുടെ ലാമ്പിനെ പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദോലക്ക് കണ്ടില്ലേ, ഇതാണ് ദോലക്. അപ്പൊ ഇത് എന്താ ചെയ്തത്, റോൾ ചെയ്ത് വരികയാണ്, ഉരുണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത് എന്താ പറയണത്, ഡിഫറെന്റ് ഷേപ്പിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ, നമ്മൾ റൗണ്ട് അതുപോലെ ലോങ് പഠിച്ചില്ലേ. ഇനി നമ്മൾ പറയുന്നത് റോൾ ചെയ്യുന്നത് എന്താണ്, സ്ലൈഡ് ചെയ്യുന്നത് എന്താണെന്നാണ്. ഓക്കെ, ലെറ്റ് us slide. Children are playing carom as shown below. You can also play and see how a striker slides to reach the corner. ഉരസി പോകുന്നതിനെയാണ് നമ്മൾ സ്ലൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്യാരംസ് കളിച്ചിട്ടില്ലേ, ക്യാരംസ് കളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഈ സ്ട്രൈക്കർ എങ്ങനെയാണ് സ്ലൈഡ് ചെയ്തിട്ടില്ലേ, ഉരസിട്ടാണ് പോവുക അല്ലെ. അത് നമ്മൾ സ്ലൈഡ് ചെയ്യുക പറയുന്നത്. ഇവിടെ എന്താ കുട്ടി പറയുന്നത്, സ്ട്രൈക്കർ ഗോട്ടി റോൾഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്ലൈഡിങ്. ഇവിടെ എന്താ പറയണത്, ഗോട്ടി എങ്ങനെയാണ്, ഗോട്ടി പോകുന്നത് റോൾ ചെയ്ത് പോകും അല്ലെ. ഗോട്ടി പോണത് എങ്ങനെയാ പോവുക, റോൾ ചെയ്തിട്ടാണ് പോവുക, ഉരുണ്ടാ പോവുക. റൈറ്റ് R for rolling objects and S for sliding object in the. ഇവിടെ കണ്ടില്ലേ, ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ പിക്ചറിന്റെ ഓരോന്നിന്റെയും അടുത്ത് എന്ത് ഒരു കോളം ഉണ്ട് അല്ലെ, എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം, അവിടെ അത് ആ വസ്തു ആ ഒബ്ജക്റ്റ് റോൾ ചെയ്യുന്നതാണെങ്കിൽ R എന്ന് എഴുതുക, അത് സ്ലൈഡ് ഉരസി പോകുന്നതാണെങ്കിൽ S എന്ന് എഴുതുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്താണ് എഴുതുന്നത്, എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നത്, റോൾ ചെയ്തിട്ടല്ല പോണത്, സ്ലൈഡ് ചെയ്തിട്ടാ പോണത് അല്ലേ. അപ്പൊ നമ്മൾ നോക്ക്, പിക്ചറിന്റെ അടുത്ത് നോക്കുക, ഇവിടെ കണ്ടോ, ഈ കുട്ടി എന്താ മരത്തിന്റെ ഒരു വുഡ് പീസ് കണ്ടോ വലിക്കുകയാണ്. അപ്പൊ ഇത് റോൾ ചെയ്യാണ് ചെയ്യണത് അല്ലെ, റോൾ ചെയ്യാണ്. അപ്പൊ ബോൾ എങ്ങനെയായിരിക്കും, റോൾ ചെയ്യണു. ബോക്സ് എങ്ങനെ ചെയ്യുക, റോൾ ചെയ്യല്ല, സ്ലൈഡ് ചെയ്യും. കണ്ടോ, ഇതെല്ലാം എങ്ങനെയാണ്, സ്ലൈഡ് ചെയ്യാണ് അല്ലെ. കണ്ടോ, സ്ലൈഡറിൽ കണ്ടില്ലേ, റോൾ ചെയ്തിട്ടല്ല പോണ്, സ്ലൈഡ് ചെയ്തിട്ട് പോവാണ്. റോൾ ചെയ്തിട്ട് പോണതിന്റെ അടുത്ത് R എന്ന് എഴുതുക. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുക, റോൾ ചെയ്ത് പോകുന്നതാണെങ്കിൽ R എഴുതുക, സ്ലൈഡ് ചെയ്ത് പോണതാണെങ്കിൽ S എന്ന് എഴുതുക. Collect different objects from your surroundings and see if they roll or slide. ഇതിലെന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ പല ഒബ്ജക്റ്റുകൾ, ബോള്, ബോക്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കുക. അതിൽ ഏതൊക്കെയാണ് റോൾ ചെയ്തിട്ട് പോണത്, ഉരുണ്ട് പോണത് ഏതൊക്കെയാണ്, സ്ലൈഡ് ചെയ്ത് പറഞ്ഞാൽ ഉരസി പോകുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. Do you see things which can do both roll and slide? If yes, discuss in the class. അപ്പൊ റോളും ചെയ്യും സ്ലൈഡും ചെയ്യുന്ന ഏതൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, find whether the following objects roll, slide or do both. Put, tick or cross. അപ്പൊ നമ്മൾ ഇവിടെ കുറേ സാധനങ്ങൾ ചിത്രം കാണിക്കുന്നില്ലേ. അപ്പൊ ഇതില് ഏതൊക്കെ റോൾ ചെയ്യുന്നത്, ഉരുണ്ടു പോകുന്നത് ഏതൊക്കെയാണ്, ഉരസി പോകുന്നത് ഏതൊക്കെയാണ്, രണ്ടും ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബോൾ അല്ലെ റോൾ ചെയ്യും, സ്ലൈഡ് അല്ല ചെയ്യുന്നത്. ബോക്സോ സ്ലൈഡ് ചെയ്യാറുണ്ട് അല്ലെ. രണ്ടും ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രണ്ടും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടിക്ക് ഇടേണ്ടത്. അടുത്തത് നമ്മുടെ എന്താണ്, ബുക്കാണ്, സ്ലൈഡ് ചെയ്യും. ഓക്കെ, അടുത്തത് എന്താ, ഓറഞ്ച് അല്ലെ. ഓറഞ്ച് എങ്ങനെയാ, ഉരുണ്ട് പോകും. ഒരു ഫ്രൂട്ട് ആണ് അല്ലെ, ഓറഞ്ച് ഒരു ആപ്പിൾ, ഇതൊരു ഫ്രൂട്ട് ആണ്. എന്ത് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും, റോൾ ചെയ്യും. അടുത്തത് ഒരു ഗ്ലാസ് ആണ് അല്ലെ. അപ്പൊ എന്താ, നമ്മൾ കണ്ടില്ല, ബോട്ടിലാണത്. ഓക്കെ, ബോട്ടിൽ എങ്ങനെയാണ്, റോൾ ചെയ്ത് പോകും അല്ലെ, റോൾ ചെയ്ത് പോകും. അടുത്തത് പോലെ തന്നെ ഒരു കപ്പാണ് അല്ലെ, ഇത് പേപ്പർ കപ്പ് പോലത്തെ ഒരു കപ്പാണ്, എന്ത് റോൾ ചെയ്യും. അടുത്ത സ്പൂണാണ്, സ്പൂണ് റോൾ ചെയ്യില്ല അല്ലെ, അപ്പൊ സ്ലൈഡ് ചെയ്ത് പോവും. അടുത്തത് പേപ്പർ കോൺ ആണിത്, പേപ്പർ വെച്ചുണ്ടാക്കിയത് അല്ലെ, അപ്പൊ ഇതെന്താണ്, സ്ലൈഡ് ചെയ്യും. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ ഇതുപോലെയുള്ള റോൾ ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ നമ്മളിവിടെ എന്താണ് സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനങ്ങളുമാണ് ഒബ്ജക്ട്സുകളുമാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ലോങ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ റോൾ ചെയ്യുന്നത് എന്താണ്, സ്ലൈഡ് ചെയ്യുന്നത് എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്